തലശ്ശേരി മണ്ണയാട് ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്ര ദ്രവ്യകലശത്തോടനുബന്ധിച്ച് വാമൽ ക്ഷേത്രത്തിൽ നിന്ന് ചിറക്കക്കാവ് ക്ഷേത്രത്തിലേക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടത്തി. മണ്ണയാട് ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രം തന്ത്രി അമ്പഴപ്പിള്ളിമന കൃഷ്ണൻ ഭട്ടതിരിപ്പാടിനെയും ആചാര്യന്മാരെയും ക്ഷേത്രം ആരുടെ സ്ഥാനമായ വാമലിൽ നിന്നും പൂർണ്ണ കുംഭം നൽകി മുത്തുകുടകളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ദ്രവ്യകലശ ചടങ്ങുകളെപ്പറ്റിയും അതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും സംവദിച്ചു. ശ്രീ ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഭക്തജനങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ വിനോദമാഷ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2020-23 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്രയും വിപുലമായിട്ട് ഏകദേശം 10-11 ദിവസത്തോളമുള്ള നവീകരണ കലശം ചിറക്കക്കാവ് ക്ഷേത്രത്തിൽ നടന്നത്. അതിനുശേഷം ഇതാ ഇപ്പോൾ 2025 മെയ്യിലാണ് മറ്റൊരു ദ്രവ്യകലശ ചടങ്ങിന് ഈ ക്ഷേത്രം വേദിയാകുന്നത്. കലവറ നിറയ്ക്കൽ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തുന്ന മുഴുവൻ ഭക്തർക്കും മെയ് 14 മുതൽ അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 ലക്ഷം രൂപ ചിലവഴിച്ച് ക്ഷേത്രക്കുളം ഇതിനകം നവീകരിച്ചു കഴിഞ്ഞു. കുളം നവീകരിക്കാൻ 3 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അനുവദിച്ചിരുന്നു. ഉപദേവന്റെ ശ്രീകോവിൽ നവീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുശേഷമാണ് ലക്ഷങ്ങൾ ചിലവ് വരുന്ന പരിഹാരക്രിയകളും ദ്രവ്യകലശ ചടങ്ങുകളും നടത്തുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.